സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ തല മോണോ ആക്ടിൽ ഭൂരിപക്ഷം കുട്ടികൾക്കും എ ഗ്രേഡ് ലഭിച്ചു. ഗവൺമെന്റ് ഗേൾസ് HSS പട്ടം സ്കൂളിലെ വേദി 7-ൽ വൈവിധ്യമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മോണോ ആക്ടാണ് നടന്നത്. കാലമെത്ര കഴിഞ്ഞാലും 20-ാം നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ നിന്നും ഒഴിവാക്കാൻ കഴിയാത്ത വ്യക്തിയാണ് അഡോൾഫ് ഹിറ്റ്ലർ. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ ഒരേ സമയം ഭീകരത നിറഞ്ഞ ക്രൂരനായും ഉൾമനസ്സിൽ എവിടെയെങ്കിലും മൃദുലതയും ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ ഹിറ്റ്ലറുടെ കുട്ടിക്കാലമാവാം അദ്ദേഹത്തെ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരനാക്കിയത്. നാരായണ, ഹിറ്റ്ലർ എന്ന് പറയുന്നത് ഒരു ഏകാധിപതിയായ ഒരു സ്വേച്ഛാധിപതിയാണ്. അപ്പം ഹിറ്റ്ലറിനെ പറ്റി ഇങ്ങനൊരു കുട്ടിക്കാലം ഉണ്ടെന്ന് എങ്ങനെയാണ് നാരായണ മനസ്സിലാക്കിയത്? ഹിറ്റ്ലർ എല്ലാവരുടെയും മുന്നിൽ ഒരു ക്രൂരനായ ഒരു സ്വേച്ഛാധിപതിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു ക്രൂരനായ എന്നൊരു രീതിയിൽ ഒരു ടോപ്പിക്കാണ് ഞാൻ എടുത്തത്. കുറച്ച് വെറൈറ്റി ആയിരിക്കും, പിന്നെ എല്ലാവർക്കും മനസ്സിലാവും ഹിറ്റ്ലർ എങ്ങനെയായിരുന്നു ഒരു ക്രൂരനായ സ്വേച്ഛാധിപതി ആയെന്ന്. അതിനുവേണ്ടി തന്നെയാണ് ടോപ്പിക്ക് അങ്ങനെ എടുത്തത്. ഈ ഹിറ്റ്ലറിന്റെ ഇങ്ങനെ ഒരു കുട്ടിക്കാലത്തെ പറ്റി നാരായണൻ ആരാ പറഞ്ഞത്? അതേപോലെ തന്നെ ഈ അഭിനയം എങ്ങനെയാണ് ഈ മോണാക്ട് ഇത്രയും നന്നായിട്ട് ചെയ്യാനും കഴിഞ്ഞത്? അതേപോലെ ഈ അഭിനയങ്ങളൊക്കെ എങ്ങനെയാണ്? ഓരോ ഭാവങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടായിരുന്നല്ലോ ഓൺ ദ സ്റ്റേജ്. എങ്ങനെയാണ് ഇതൊക്കെ ആരാണ് പഠിപ്പിച്ചു തന്നത്? എനിക്ക് ഈ സ്ക്രിപ്റ്റ് തന്നത് ബിപിൻ ദാസ് പരപ്പനങ്ങാടി എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. പിന്നെ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അച്ഛനും പിന്നെ അച്ഛൻ്റെ ഒരു സുഹൃത്തുണ്ട് ബിജു മഞ്ഞാടി എന്ന് പറഞ്ഞ ആ മാമനും കൂടാണ് എന്നെ ഈ മോണാക്ട് പഠിപ്പിച്ചത്. സ്ഥിരമായി ചെയ്യുന്ന പല വിഷയങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ അഡോൾഫ് ഹിറ്റ്ലറിന്റെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ജീവിത രീതിയാണ് നമുക്ക് നാരായണൻ കാണിച്ചു തന്നത്. ക്യാമറമാൻ ജിഷ്ണു കെയറിനൊപ്പം രേണുക രാജേന്ദ്രൻ, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.